കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കേരള പോലീസിനെ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്ന കാര്യമാണ്, ഇടതുപക്ഷ ഗവൺമെൻറ്, സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് കുറ്റവാളികൾക്കെതിരാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഗവൺമെൻറ് അധികാരത്തിലെത്തിയ ദിവസങ്ങൾക്കുള്ളിൽ അതാര് തന്നെ ആയാലും ജിഷയുടെ ഘാതകനെ പിടിക്കാൻ കഴിയും. അഭിമാനകരമായ നേട്ടമാണ്. ഇപ്പോൾ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഈ ഗവൺമെൻറ് കാണിച്ചില്ല. അതാര് തന്നെയായാലും കുറ്റവാളി ആരായാലും അവരുടെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുക. സാർ, ഇതിനകത്ത് പ്രതി എന്ന് പറയുന്നത് അമ്മയുടെ ഒരു ഭാരവാഹിയാണ്. സാറൂർ അമ്മയുടെ ഭാരവാഹിയാണ്. എന്നാൽ ഞാൻ അമ്മയുടെ ഭാരവാഹിയാണ്, അമ്മയുടെ വിശ്വസ്തനായ പ്രവർത്തകനാണ്. അമ്മ നേതൃത്വത്തോട് ഈ കുറ്റവാളിയായി ഇപ്പോൾ പോലീസ് ചാർജ് ചെയ്തിരിക്കുന്ന ആളുടെ പേരിൽ ആക്ഷൻ എടുക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അമ്മയുടെ ഭാഗത്തു നിന്നും വളരെ യുക്തമായ ശക്തമായ ആക്ഷൻ ഉണ്ടാകും. ഭാവി പരിപാടി എന്തായിരിക്കും? ഇദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതടക്കമുള്ള അതൊക്കെ അമ്മയുടെ നേതൃത്വം, ശ്രീ മമ്മൂട്ടി അടക്കമുള്ള നേതൃത്വത്തിനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ നിലപാട് അമ്മയുടെ രംഗത്തിന് തന്നെയാണ് ഈ കേസ് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അമ്മയിൽ നിന്ന് ശക്തമായ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല, അമ്മ ഒരു വളരെ സുതാര്യമായൊരു സംഘടനയാണ്, ശക്തമായ നടപടി ഉണ്ടാവും. ഞാൻ എപ്പോഴും അമ്മയുടെ പക്ഷത്തേക്കുന്ന ആളാണ്, അമ്മ സംഘടനയുടെ പക്ഷത്തേക്കുന്ന ആളാണ്, ആരുടെ വ്യക്തികളുടെ പക്ഷത്തേക്കുന്ന ആളാണ്. എന്ന നീതിക്ക് വേണ്ടി പോരാടുന്ന പൊതുസമൂഹത്തിന്റെ ഒരു ധാരണ അമ്മയും താങ്കൾ ഉൾപ്പെടെയുള്ള നടന്മാരും ഒക്കെ ഇരയ്ക്കൊപ്പം നിൽക്കാതെ പ്രതിക്കൊപ്പം നിന്നു എന്നുള്ള ഒരു അങ്ങനെ ധാരണയില്ല. അങ്ങനെ ധാരണ ഉണ്ടാക്കരുത്. കാരണം അമ്മ എന്നും സത്യസന്ധമായ നിലപാടേ എടുത്തിട്ടുള്ളൂ. അമ്മ ഇനി ആക്ഷൻ എടുക്കും അക്കാര്യത്തിൽ. കാരണം കുറ്റവാളി ആരെന്നറിയാതെ ഒരാളെ കുറ്റവാളിയാണ്. പോലീസ് കുറ്റവാളി എന്ന് പറയുന്നു. ഇനി നിയമത്തിന്റെ വഴിക്ക് പോകും. കോടതികൾ അതിന്റെ സുതാര്യമായ നിലയിൽ ശക്തമായി മുന്നോട്ട് പോകും. അപ്പോഴാണ് കുറ്റവാളി ആരെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ പോലീസ് ഇത്തരത്തിലൊരു ചാർജ് വന്ന സ്ഥിതിക്ക് അവരുടെ കയ്യിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടായിട്ട് പോലീസ് എടുക്കും. കാരണം ഈ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾക്കെതിരാണ്. അത് കുറ്റകൃത്യങ്ങൾ എന്ത് തന്നെയായാലും മുഖം നോക്കാതെ നടപടിയെടുക്കും. ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, നിങ്ങളെല്ലാം പറഞ്ഞതെന്ന് വ്യത്യസ്തമായിട്ട് ഒരു എംപിയും ഇടതുപക്ഷ മുന്നണിയുടെ 2 MLAമാരും ഗവൺമെന്റിനെ സ്വാധീനിക്കുമെന്നാണ് എല്ലാവരും പറഞ്ഞുണ്ടാക്കിയത്. സത്യമല്ല എന്ന് മനസ്സിലായില്ലേ? ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത, ഞങ്ങളാരും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല, പക്ഷെ ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത ഈ നാട്ടിലെ ജനങ്ങൾക്ക് നീതി നൽകുന്ന ഇടതുമുന്നണിയുടെ നല്ല സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അസൂയപ്പെട്ടിടത്തും ദിലീപിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു? പ്രതീക്ഷിച്ചില്ല. നമ്മൾ ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ഇന്നസെന്റ് പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാൾ നിങ്ങളൊരു കുറ്റം ചെയ്തിട്ടോ നമ്മൾ ആരുടെയും ചോദിച്ചാൽ അവരില്ല എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനല്ലാതെ ഉണ്ടെന്ന് പറയുന്നത്. അതുപോലെ നമ്മളിപ്പോൾ നമ്മളെ കൂടെ നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് അവരൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരുടെ ചോദിച്ചാൽ ഞങ്ങൾ ചെയ്തിട്ടില്ല സാർ എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനല്ലാതെ അത് ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടെന്ന് പറയേണ്ടതാണ്. കുറ്റകൃത്യം ഉണ്ടെന്ന് കണ്ടെത്തേണ്ടത് പോലീസാണ്. അത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടത് കോടതിയാണ്. അതൊന്നും എനിക്കറിയത്തില്ല. എനിക്കറിയാത്ത കാര്യം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന കാര്യം. ഒരു കാര്യം, കേരള പോലീസും കേരള ഗവൺമെൻറ്റും കുറ്റവാളികൾക്കെതിരാണ്. അത് എത്ര വലിയ ആളാണെങ്കിലും അത് നടപടിയെടുക്കുമെന്ന് തെളിയിച്ചുകൊണ്ട് ഇന്ത്യക്ക് തന്നെ മാതൃകയാകാൻ ഇടതുപക്ഷ അമ്മ ഇതിൽ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുമോ? സംഘടനാപരമായ ഒരു അന്വേഷണം നടത്താൻ ശക്തമായ ആക്ഷൻ എടുക്കണമെന്ന് അമ്മയുടെ നേതൃത്വത്തോട് ഞാൻ ഫോണിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ആക്ഷൻ എടുക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു ആക്ഷൻ അല്ല ചോദിക്കുന്നത്, സംഘടനാപരമായ ഒരു അന്വേഷണം. അല്ല, ഇത് സംഘടനാപരമായ ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിൽ സംഘടനാപരമായ അന്വേഷണത്തിൽ പ്രസക്തിയില്ല. ക്രിമിനൽ കുറ്റകൃത്യത്തിൽ പോലീസിന്റെ അന്വേഷണത്തെ പ്രസക്തിയുള്ളൂ. പോലീസ് അന്വേഷിച്ചു. കുറ്റവാളികളെ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. അതൊക്കെ പോലീസിന് മാത്രം അറിയാവുന്ന സീക്രട്ടാണ് അവരത്. ഇല്ല, അതൊന്നും പിരിച്ചുവിടേണ്ട കാര്യമൊന്നുമില്ല. അമ്മ ഒരു ജനാധിപത്യ സംഘടനയാണ്, ഒരുപാട് ആൾക്ക് ഉപകാരം ചെയ്യുന്ന സംഘടനയാണ്, സമൂഹത്തിന് നന്മ ചെയ്യാനുള്ള സംഘടനയാണ്. അത് പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചുണ്ടാക്കിയ സംഘടനയല്ല. ആ സംഘടന സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തി മുന്നോട്ട് പോകും. അടിയന്തര യോഗം അവർ കൂടി ഇവിടെ ഞാനിപ്പോൾ ഇവിടെയാണ്, എനിക്ക് പോകാൻ പറ്റത്തില്ല. അവർ യോഗം ചേർന്ന് യുക്തമായ തീരുമാനമെടുക്കും, ശക്തമായ തീരുമാനമെടുക്കും. അതൊരു വിട്ടുവീഴ്ചയില്ല. മറ്റ് കേസ് പോലെയല്ല. ഇതിൽ ഒരു പക്ഷത്ത് ഞങ്ങളുടെ ഒരു മെമ്പർ തന്നെയാണ്. ആ മെമ്പർക്കുണ്ടായ വിഷമം നമ്മൾ അതുപോലെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞു. പക്ഷെ കുറ്റകൃത്യം വരുമ്പോൾ ആരാണോ ചെയ്യുന്ന അവരോട് നമ്മൾ നിൽക്കില്ല. നമ്മൾ അമ്മയിലെ എല്ലാവരും ഒരുപോലെയൊക്കെ ആയിരിക്കും. പക്ഷേ കുറ്റകൃത്യം ഉണ്ടെന്ന് പോലീസ് പറയുമ്പോൾ അതിൽ ഇരയുടെ പക്ഷത്ത് തന്നെയാണ്. ഇന്നസെന്റ് നേരത്തെ പറഞ്ഞില്ല, ഞങ്ങൾ ഇരയുടെ പക്ഷത്താണെന്ന് പറഞ്ഞു. അതിനകത്തൊന്നും പ്രശ്നമില്ല, അതൊക്കെ കറക്റ്റാണ്. അതിനകത്ത് അമ്മയുടെ നിലപാടെന്ന് നമുക്ക് ചാടിക്കരുത് നിലപാടെടുക്കാൻ പറ്റില്ല. യുവജന സംഘടനകളുടെ പ്രതിഷേധം